കോഴിക്കോട് നഗരത്തിലെ ടെക്സ്റ്റൈൽസ് ഷോപ്പിലെ തീപിടുത്തത്തിന് കാരണം കോർപ്പറേഷൻ അനാസ്ഥയാണെന്ന് ആരോപിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. കോഴിക്കോട് നഗരത്തെ പച്ചക്ക് കത്തിക്കുന്ന രീതിയിലാണ് എല്ലാ സുരക്ഷാ കോർപ്പറേറ്റ് കമ്പനിയുടെ മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, എന്തൊക്കെയാണ് പ്രതിഷേധക്കാർ ആരോപിക്കുന്നത്? മുസ്ലിം ലീഗ് പ്രവർത്തകർ കോർപ്പറേഷന്റെ കെടുകാര്യസ്ഥ, പ്രത്യേകിച്ച് ഈ തീപിടുത്തത്തിൽ ഉൾപ്പെടെ കോൺഗ്രസിന്റെ കെടുകാര്യസ്ഥ പ്രതിഷേധവുമായിട്ടാണ് കോർപ്പറേഷനിലേക്ക് എത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രകോപനം ഉണ്ടാക്കിയെന്ന് പറയുന്നത്, ഇന്നലെ ഈ വിഷയത്തിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ മേയർക്കെതിരെ പ്രതിഷേധിക്കാനെത്തിയപ്പോൾ ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദും മറ്റൊരു കൗൺസിലറും ചേർന്ന് യൂത്ത് ലീഗ് പ്രവർത്തകരെ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പോലീസിന് മുമ്പിൽ വെച്ച് അവർ മർദ്ദിച്ചു. അതിലുള്ള ഈ രണ്ട് കാര്യത്തിലുള്ള പ്രതിഷേധവുമായിട്ടാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്നത്. അതിൽ ശക്തമായ പ്രതിഷേധം ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തി. ഇതിനിടയിൽ പോലീസുമായിട്ട് രണ്ട് ഘട്ടത്തിലായി ഉന്തും തള്ളും ഉണ്ടായി. ആദ്യഘട്ടത്തിൽ ഈ ഒരു കോർപ്പറേഷന്റെ മതിൽ മറികടക്കാൻ വേണ്ടി കയറി ചാടാൻ വേണ്ടി ശ്രമം നടത്തി. പോലീസുകാരെ തടഞ്ഞു. വലിയ തോതിൽ പോലീസുകാരും പ്രവർത്തകരും തമ്മിൽ സംഘർഷത്തിലേക്ക് പോയി. പിന്നീട് നേതാക്കൾ ഇടപെട്ടാണ് അവരെ അന്വയിപ്പിച്ചത്. തുടർന്ന് പരിപാടികൾ നടന്നു. ജില്ലാ പ്രസിഡന്റ് എം.എ. റസാഖും യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി TPM ജിഷാനും ഒക്കെ സംസാരിച്ചു. ഇതിലെല്ലാം കൃത്യമായി തന്നെ കോർപ്പറേഷൻ മേയർ രാജിവെക്കണം, അതോടൊപ്പം തന്നെ മുസാഫർ അഹമ്മദിന്റെ ഇത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം എന്ന കാര്യങ്ങളൊക്കെ ഉന്നയിച്ചു. അതിനുശേഷം വീണ്ടും ആ പരിപാടി നേതാക്കന്മാരുടെ പ്രസംഗം കഴിഞ്ഞ ഉടൻ തന്നെ വീണ്ടും പ്രവർത്തകർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമം നടത്തി. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമം നടത്തി. അത് പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഒരു ഉന്തും തള്ളിലേക്ക് മാറി. തുടർന്ന് പ്രതിഷേധിച്ച മുഴുവൻ പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇപ്പോൾ ആ പ്രവർത്തകരൊക്കെ തന്നെ കുറെ ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ട് ബാക്കിയുള്ളവർ പിരിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ കോർപ്പറേഷനാണ് അവിടുത്തെ വലിയ തീപിടുത്തം വലുതാക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണക്കാർ എന്ന് തന്നെയാണ് അവർ പറയുന്നത്. കാരണം അനധികൃതമായി അല്ലെങ്കിൽ അനധികൃതമായി ഉണ്ടാക്കിയ ക്രമക്കേടൊക്കെ ഉണ്ടാക്കിയ ആ ഒരു കെട്ടിടത്തിനെ യൂത്ത് ലീഗ് നേതാക്കൾ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നോക്കാം. TPM ജിഷാൻ, യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി, യൂത്ത് ലീഗ് നേതാക്കളെ അമാന്യമായ രീതിയിൽ ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ള കൗൺസിലർമാരെ നേരിടുകയും അതിനെതിരെ ഇപ്പോൾ സൗത്ത് നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ സമരം ചെയ്ത നേതാക്കളെ അതിക്രൂരമായ രീതിയിലാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുള്ളത്. ഈ ഒരു അവസരത്തിൽ മുസ്ലിം ലീഗിന്റെ ജില്ലാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് AV അൻവറുടെ സാന്നിധ്യത്തിൽ പറഞ്ഞുകൊണ്ടാണ് വരും കാലങ്ങളിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ വൻ പ്രക്ഷോഭം നടത്താൻ തന്നെയാണ് ഈ ഒരു അവസരത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. ഈ ഒരു അവസരത്തിൽ മറ്റൊരു ചോദ്യം കോർപ്പറേഷൻ അനാസ്ഥയെന്നുള്ള ആരോപണത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്.